കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചു കേൾക്കുന്നത്: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ നമുക്ക് സന്തോഷപ്രദമായ ഒരു വേദഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ച് കേട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുന്ന വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ ദിവസം. പ്രിയമുള്ളവരെ, ആ യേശു കർത്താവ് എന്തിനു വേണ്ടിയാണ് പീഡകൾ സഹിച്ചത്? ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാം. യേശു കർത്താവ് കാൽവരി കുരിശിൽ മരിക്കുന്നത്, ആ യേശു കർത്താവിൻ്റെ ശരീരമെല്ലാം അവർ ചാട്ടവാറ് കൊണ്ടടിക്കുന്നത്, കുന്തം കൊണ്ട് കുത്തുന്നത്, യേശു കർത്താവ് ഒരു മനുഷ്യനല്ല എന്ന് തോന്നുമാറ് ആ കുരിശിൽ യേശു കർത്താവ് മരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, നമ്മളെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ്, എന്നെയും നിങ്ങളെയും കർത്താവിൻ്റെ സ്വന്തമാക്കേണ്ടതിന് വേണ്ടി, ഞാനും നിങ്ങളും ദൈവത്തിന് സ്വന്തമായി തീരേണ്ടതിന് വേണ്ടി, കർത്താവിന് നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടിയാണ് യേശു കർത്താവ് ആ കാൽവരി കുരിശിൽ നമുക്ക് പകരമായി കാൽവരി കുരിശിൽ മരിക്കുന്നത് എന്നാണ് വായിക്കേണ്ടതായി തീരുന്നത്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു. പ്രിയമുള്ളവരെ, യേശു കർത്താവ് കാൽവരി കുരിശിലേക്ക് പോകുമ്പോൾ നമ്മുടെ പാപങ്ങളെയാണ് യേശു കർത്താവ് തൻ്റെ കുരിശിൽ, തൻ്റെ ശരീരത്തിൽ താൻ വഹിക്കാനിടയായി തീർന്നത്. യേശു കർത്താവിൻ്റെ ആ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ വഹിച്ചത് കൊണ്ടാണ് നമ്മൾ നീതിമാന്മാരായി തീർന്നത്. നമ്മുടെ പാപങ്ങളുടെ കടം കർത്താവ് ക്ഷമിക്കാനിടയായി തീർന്നത്. അങ്ങനെ നമ്മളെ കർത്താവ് നീതിമാന്മാരാക്കാൻ, നമ്മൾ നീതിമാന്മാരായി ജീവിക്കാൻ, നീതിബോധത്തിൽ ഞാൻ നിങ്ങൾ ജീവിക്കേണ്ടതിന് വേണ്ടി യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം യേശു കർത്താവ് തൻ്റെ ശരീരത്തിലെടുത്തു. ആരിന്ന് യേശുവിനോട് പറയും: കർത്താവേ, അങ്ങ് മരിച്ചത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആരെങ്കിലും ഒന്ന് വായി കൊണ്ടേറ്റ് പറഞ്ഞാൽ, ഞാൻ നിങ്ങൾ പറയാം, നിങ്ങൾ മുഴുവൻ പാപത്തിൻ്റെ കടകളും ഇന്ന് യേശു കർത്താവ് എഴുതി തള്ളി നിങ്ങളെ കർത്താവ് വിശുദ്ധനാക്കി ദൈവ പൈതലാക്കി തീർക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിൻ്റെ 2-ാമത്തെ ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടത്: യേശുവിൻ്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു കർത്താവിൻ്റെ ശരീരത്ത് ഉണ്ടായ ഓരോ മുറിവുകളും, പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്. അപ്പം യേശു കർത്താവ് കാൽവരി കുരിശിൽ മരിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ പാപങ്ങളുടെ കടം കർത്താവ് മാറ്റി തന്നിരിക്കുന്നു. നമ്മുടെ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. അത് ആര് വിശ്വസിക്കുന്നുണ്ടോ അവർക്ക് ഇന്ന് പകൽ യേശു കർത്താവിൻ്റെ സൗഖ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ ശരീരത്തിൽ അത് തിരിച്ചറിയാവുന്നതുപോലെ ഇന്ന് പകൽ യേശു കർത്താവിൻ്റെ അടിപ്പണരാലുള്ള ആ സൗഖ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കാനിടയായി തീരും. അപ്പോൾ യേശു കർത്താവിൻ്റെ കാൽവരി കുരിശിലെ മരണം കൊണ്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു, നമ്മുടെ രോഗങ്ങൾ സൗഖ്യമായി, നമ്മുടെ ശാപങ്ങളെ കർത്താവ് എടുത്തു മാറ്റി. പ്രിയമുള്ളവരെ, യേശു കർത്താവ് നമ്മുടെ ശാപങ്ങളെ എടുത്തു മാറ്റി, നമ്മുടെ ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കി, നമ്മളെ കർത്താവ് അത്ഭുതമാക്കി തീർത്തു. എന്നെ സ്നേഹിച്ച, നമ്മളെ ഓരോരുത്തരെ സ്നേഹിച്ചിട്ടാണ് യേശു കർത്താവ് ആ കാൽവരി കുരിശിൽ നമുക്ക് പകരമായി മരിക്കുന്നത്. നമ്മുടെ കണ്ണുകളെ കിടക്കാം. ആ കർത്താവിനോട് നമുക്ക് പറയാം: കർത്താവെ, അങ്ങ് എനിക്ക് വേണ്ടിയാണല്ലോ മരിച്ചത്, എൻ്റെ ആയുസ് മുഴുവൻ ഞാൻ ഈ കർത്താവിന് വേണ്ടി ജീവിക്കും. നമുക്കിന്നും തീരുമാനിക്കാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവെ, അങ്ങ് കാൽവരി കുരിശിൽ മരിക്കുന്നത്, കർത്താവെ, അവിടുത്തെ ശരീരം മുഴുവൻ ഉഴവുചാല് പോലെ കീറി, കർത്താവെ, അങ്ങ് മരിക്കുന്നത് ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനും, ഞങ്ങളുടെ രോഗത്തിൻ്റെ സൗഖ്യത്തിനും, ഞങ്ങളുടെ ശാപത്തിൻ്റെ വിടുതലിനും, ഞങ്ങളുടെ കർത്താവ് ദാരിദ്ര്യം ഇല്ലാതെയാകേണ്ടതിനും, സ്വർഗത്തിലെ എല്ലാ നന്മകളും ഞങ്ങളുടേതായി തീരേണ്ടതിന് വേണ്ടിയാണല്ലോ. ഞങ്ങളത് മനസ്സിലാക്കുന്നു, ഞങ്ങളത് ഏറ്റെടുക്കുന്നു. കർത്താവ്, ഇനിയുള്ള ജീവിതം ഞങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ, യേശുവിന് വേണ്ടി ജീവിക്കാൻ പിതാവേ, ഞങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇനിയുള്ള ആയുസ് നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാം. കാരണം യേശു നമുക്ക് വേണ്ടി മരിച്ചു. നമുക്കിനി ആ യേശുവിന് വേണ്ടി ജീവിക്കാം.